നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മൂന്നാം സ്ഥാനാർത്ഥി പട്ടിക ബി.ജെ.പി. പുറത്തിറക്കി. 11 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ആകെ 97 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായി. കോൺഗ്രസ് വിട്ട വി.എസ്. അനൂപ്, ആർ.എസ്. അരുൺ രാജ് എന്നിവർക്കും പട്ടികയിൽ ഇടം ലഭിച്ചു. പീരുമേട് വി. രതീഷ്, പുതുപ്പള്ളി രവീന്ദ്രനാഥ് വാഗ്ദാനം, മാവേലിക്കര അജിമോൻ, അടൂർ പന്തളം പ്രതാപൻ, ചവറ കെ.ആർ. രാജേഷ്, ചടയമംഗലം ആർ.എസ്. അരുൺ രാജ, ചിറയൻകീഴ വി.എസ്. അനൂപ്, തിരുവനന്തപുരം കരമന ജയൻ, അരുവിക്കര വിവേക് ഗോപൻ, കോവളം ടി.എൻ. സുരേഷ, നെയ്യാറ്റിങ്കര രാജശേഖരൻ നായർ എന്നിവർ മത്സരിക്കും. ഇതോടെയാകെ 97 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായി. കോൺഗ്രസ് വിട്ട വി.എസ്. അനൂപ്, ആർ.എസ്. അരുൺ രാജ് എന്നിവരെയാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥികളാക്കിയിട്ടുള്ളത്. ആർ.ജെ.ഡി. വിട്ട് ഐ.എസ്.ജെ.ഡിയിൽ ചേർന്ന ടി.എൻ. സുരേഷ് കോവളത്ത് മത്സരിക്കും. ഇടത് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയായിരുന്നു സുരേഷ് ആർ.ജെ.ഡി. വിട്ടത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തിക്ക് പിന്നാലെയാണ് 2 കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിൽ ചേർന്നത്. 2021 ചിറയൻകീഴിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന വി.എസ്. അനൂപും യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആർ.എസ്. അരുൺ രാജുമാണ് ബി.ജെ.പിയിൽ എത്തിയിട്ടുള്ളത്. ഇരുവർക്കും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി. വി.എസ്. അനൂപ് ചിറയൻകീഴിലും അരുൺ രാജ് ചടയമംഗലത്തും എൻ.ഡി.എ. സ്ഥാനാർത്ഥികളാകുകയും ചെയ്തു. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു വി.എസ്. അനൂപ്. കെ.പി.സി.സി. നിർവാഹക സമിതി അംഗമായിരുന്നു അരുൺ രാജ്. രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് വി.എസ്. അനൂപ് കോൺഗ്രസ് വിട്ടത്. പ്രാദേശിക എതിർപ്പ് മറികടന്നു തീരുമാനം എടുത്തെന്നാണ് പരാതി. അതേസമയം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ എൻ.ഡി.എ. സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത് കരമന ജയനെയാണ്. എൽ.ഡി.എഫ് വിട്ട ആർ.ജെ.ഡിയുടെ സംസ്ഥാന നേതാവും മുൻ മന്ത്രിയുമായ സുരേന്ദ്രൻ പിള്ളയെ പരിഗണിക്കാത്തതെയാണ് കരമന ജയൻ രംഗത്തിറക്കാൻ ബി.ജെ.പി. തീരുമാനിച്ചത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട പാർട്ടിക്കുള്ളിൽ നിരവധി ചർച്ചകൾ നടന്നുവെങ്കിലും സംഘടനാപരമായ പ്രവർത്തന പരിചയവും മണ്ഡലത്തിലെ സാന്നിധ്യവും പരിഗണിച്ചാണ് കരമന ജയനെ തീരുമാനിച്ചതെന്നാണ് പറയുന്നത്.